Hi friends, welcome to official YouTube channel of Government IT Malambura. ഞാൻ അബൂബക്കർ JA ഫിറ്റർ ഗവൺമെന്റ് IT മലമ്പുഴ. നമ്മൾ ഇന്ന് നോക്കുന്നത് ഷട്ടിൽ വാൾവും അതിന്റെ അപ്ലിക്കേഷൻസും. ഷട്ടിൽ വാൾവിന് മുന്നേ നമുക്ക് നോക്കാനുള്ളത് നോൺ റിട്ടേൺ വാൾവാണ്. നോൺ റിട്ടേൺ വാൾവ്. This valve allows airflow in one direction but does not allow air to flow in opposite direction. ഈ ഒരു വാൾവിന് രണ്ട് പോർട്ടുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഒരു ഡയറക്ഷനിൽ മാത്രം ഇത് എയർ ഫ്ലോയിനെ അനുവദിക്കും. അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എയർ ഫ്ലോയിനെ അത് ഒപ്പോസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു വാൾവിനാണ് നോൺ റിട്ടേൺ വാൾവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ചെക്ക് വാൾവ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു നോൺ റിട്ടേൺ വാൾവിൻ്റെ ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം, ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഒരു വാൾവ് ബോഡി ഉണ്ട്, അതുപോലെ അതിനകത്ത് ഒരു പ്രത്യേക ഷേപ്പിൽ കൊടുത്തിട്ടുള്ളതാണ് അതിൽ പോപ്പറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വസ്തുവാണ് ഇതിനകത്ത് മൂവബിൾ ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ആ റൗണ്ടിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഒരു സ്പ്രിങ്ങിന്റെ ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള വ്യൂ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പൊപ്പറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്പ്രിങ്ങിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അത് വാൾവ് ബോഡിക്ക് അകത്ത് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതില് ആ സ്പ്രിങ് ആ പൊപ്പറ്റിന് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ആ എ എന്ന പോർട്ടിനെ ക്ലോസ് ചെയ്തിട്ടാണ് നിലവിൽ വെച്ചിട്ടുള്ളത്. നമ്മൾ ഇപ്പൊ തന്നിട്ടുള്ള ഫിഗറിൽ വെച്ചിട്ടുള്ളത് അല്ലെ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിന്റെ ഒരു വർക്കിംഗ് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എയിൽ ഒരു എയർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എയർ സ്വാഭാവികമായിട്ട് അതിനൊരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ നമ്മുടെ സ്പ്രിങ്ങിന്റെ ഫോഴ്സിനെക്കാളും, സ്പ്രിങ് നേരത്തെ പറഞ്ഞു വളരെ ചെറിയൊരു ഫോഴ്സ് ആണ് കൊടുക്കേണ്ടാവുള്ളൂ. ആ ഒരു പൊപ്പറ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു ഫോഴ്സ് മാത്രമാണ് സ്പ്രിങ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ എയില് നമ്മൾ എയർ കൊടുക്കുമ്പോൾ ആ സ്പ്രിങ്ങിനേക്കാളും കൂടുതൽ ഫോഴ്സ്, ആ പ്രഷർ, എയറിന്റെ പ്രഷർ പൊപ്പറ്റിൽ ചെലുത്തുന്ന സമയത്ത് പൊപ്പറ്റ് സ്വാഭാവികമായിട്ടും മൂവ് ചെയ്യും അല്ലെ. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ ആ എ എന്ന പോർട്ട് ഓപ്പൺ ആയിട്ട് എയർ ഫ്ലോ ചെയ്ത് ബിയിലൂടെ പുറത്തേക്ക് പോകും. ഇതാണ് ഇപ്പൊ ഇതിന്റെ ഒരു വർക്കിംഗ്. അപ്പോൾ ഈ സ്പ്രിങ് എന്തിനാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു വാൾവിനെ നമ്മൾ ഒരു 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ ആ സ്പ്രിങ് ഇല്ലാന്നുണ്ടെങ്കിൽ പൊപ്പറ്റ് സ്വാഭാവികമായിട്ട് താഴേക്ക് വരും അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പ്രിങ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് സ്പ്രിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് എങ്ങനെ വേണമെങ്കിൽ ചരിച്ചിട്ടോ എങ്ങനെ ഏത് ആംഗിളിൽ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. വെർട്ടിക്കലായിട്ടും വേണമെങ്കിൽ വെക്കാം, ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ സ്പ്രിങ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് ഉള്ള നോൺ റിട്ടേൺ വാൾവും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ അത് ഇതുപോലെ ചരിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ സ്പ്രിങ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ എന്ന പോർട്ടിൽ എയർ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ പ്രഷർ ഒരു ഫോഴ്സ് ആ പൊപ്പറ്റിൽ കൊടുക്കും അല്ലെ. ആ ഫോഴ്സ് ഒരു പൊപ്പറ്റിൽ ഒരു ഫോഴ്സ് ചെലുത്തുക എയർ, സ്വാഭാവികമായിട്ടും പൊപ്പറ്റ് മൂവ് ചെയ്യും. അപ്പൊ മൂവ് ചെയ്യുന്ന സമയത്ത് എന്തോ ആ സ്പ്രിങ് ആ പ്രഷർ അബ്സോർബ് ചെയ്തിട്ട് കംപ്രസ് ആവും. അതേസമയം എയർ പൊപ്പറ്റിന്റെ മേലെ കൂടെ ഫ്ലോ ചെയ്തിട്ട് ബിയിലൂടെ പുറത്തേക്ക് പോകും അല്ലെ. അപ്പോൾ എ ടു ബി ഫ്ലോ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. എയിൽ എയർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബിയിലൂടെ പുറത്ത് കിട്ടും. ഇനി അതേ സമയം തിരിച്ച് നമ്മൾ ബി എന്ന് എയിലേക്ക് ഒരു എയർ ഫ്ലോ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെ, ബിയിൽ എയർ കൊടുത്തു കഴിഞ്ഞാൽ ആ പൊപ്പറ്റിന്റെ ഒരു ഷേപ്പ് വെച്ചിട്ട് എന്താ സംഭവിക്കുക? അതായത് സ്പ്രിങ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇപ്പോ എയറും ഒരു ഫോഴ്സ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ ആ പൊപ്പറ്റ് എ എന്ന പോർട്ടിനെ അടച്ചു വെക്കാനാണ് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലെ. നമ്മൾ ബിയിൽ എയർ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ പോർട്ട് ഒന്നുകൂടെ ക്ലോസ് ആവാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ബിയിൽ എയർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എയിലൂടെ കിട്ടില്ല.
ആനിമേഷൻ വീഡിയോ ആണ്. ഒരു വാൾവ് ബോഡി, അതിലൊരു വാൾവ് സീറ്റ് കാണാം. അതിനകത്ത് ഗോൾഡൻ കളറിൽ കാണിച്ചാണ് നമ്മുടെ പൊപ്പറ്റ് മൂവ് ചെയ്യുന്ന ടൈപ്പിൽ. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ റൈറ്റ് സൈഡ് നമ്മൾ ഒരു എയർ കൊടുത്തു കഴിഞ്ഞാൽ പൊപ്പറ്റ് ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് എയറിന് അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർട്ടിലൂടെ പുറത്തേക്ക് പോകാൻ പറ്റും അല്ലെ. അപ്പൊ ഇനി അതേപോലെ അടുത്ത പോർട്ടിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എയർ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നുകൂടെ പൊപ്പറ്റിനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് ആ പോർട്ട് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ സിമ്പല് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സിമ്പൽസ് പറയുന്ന സമയത്ത് നോൺ റിട്ടേൺ വാൾവിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു നോൺ റിട്ടേൺ വാൾവിന്റെ സിമ്പലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ ശ്രദ്ധിക്കുക, എയും ബിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സിമ്പൽ ഇങ്ങനെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എയിൽ എ ടു ബി എയർ ഫ്ലോ സാധ്യമാണ്. എയിൽ നമ്മൾ എയർ കൊടുത്താൽ അത് ബിയിൽ കിട്ടും. അതേസമയം അതിന്റെ തിരിച്ച് ഓപ്പോസിറ്റ് ബിയിലാണ് ബി ടു എ എയർ ഫ്ലോ സംഭവിക്കുകയില്ല. ബിയിൽ നമ്മൾ എയർ കൊടുത്താൽ അത് എയിൽ നമുക്ക് പുറത്ത് കിട്ടില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. എന്റെ അവിടെയാണല്ലേ ഒരു ആംഗിൾ ഷേപ്പ് ഉണ്ട്, അതിലൊരു ബോൾ മുട്ടിച്ചു വെച്ച രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, എയിൽ എയർ കൊടുക്കുന്ന സമയത്ത് ആ ബോളിനെ പ്രസ് ചെയ്ത് മാറ്റും, എയർ പ്രഷർ കൊടുത്താൽ ബോളിനെ നീക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ആ സിമ്പിള് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് നോക്കിയാൽ മതി. സിമ്പിള് തിരിച്ചു വരച്ചു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചായിരിക്കും എയർ ഫ്ലോ ഉണ്ടാവുക. ആംഗിൾ വരുന്ന ഭാഗത്തു നിന്നാണ് എയർ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എ ടു ബി ആണ് എയർ ഫ്ലോ ഉണ്ടാവുക, ബി ടു എ ഉണ്ടാവില്ല. അതാണ് നോക്കാനുള്ളത്. ഇനി നമുക്ക് ഷട്ടിൽ വാൾവിലേക്ക് പോവാം. ഷട്ടിൽ വാൾവ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു നോൺ റിട്ടേൺ വാൾവ് പ്ലേസ്ഡ് ഫേസ് ടു ഫേസ് ബട്ട് ഹാവിംഗ് കോമൺ പോക്കറ്റ്. ഇപ്പൊ രണ്ട് നോൺ റിട്ടേൺ വാൾവുകൾ ചേർത്ത് വെച്ച രീതിയിലുള്ള ഒരു വാൾവാണ് ഷട്ടിൽ വാൾവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഷട്ടിൽ വാൾവിന്റെ ഒരു ഫിഗർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, ആ ബോള് കാണിച്ചിട്ടില്ലേ, ആ ബോളിന്റെ ഒരു ഷേപ്പിൽ, അതാണ് നമ്മുടെ പൊപ്പറ്റ് ഇവിടെ. അതേപോലെ ഒരു വാൾവ് ബോഡി ഉണ്ട്. പിന്നെ ഇതിന് 3 പോർട്ടാണുള്ളത് അല്ലേ. അപ്പൊ ഷട്ടിൽ വാൾവ് എന്ന് പറയുന്നത് രണ്ട് പോർട്ടും ഇതിൽ ഇൻലെറ്റ് ആയിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ എക്സും വൈയും കാണിച്ചിട്ടുണ്ട്. ആ രണ്ട് പോർട്ടും ഇൻലെറ്റ് പോർട്ടുകളാണ്. രണ്ടിൽ നമ്മൾ എയർ സപ്ലൈ കൊടുക്കും. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, അല്ലെ ഔട്ട്ലെറ്റ് പോർട്ട് എന്ന് പറയുന്നത് അതിൽ എ, മേലെ കാണിച്ചിട്ടുള്ള എ ആണ്. അപ്പൊ ഇവിടെ ഷട്ടിൽ വാൾവ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പോർട്ടുകൾ, ഇൻപുട്ട് പോർട്ടുകൾ രണ്ടെണ്ണത്തിൽ ഏതിലാണോ എയർ പ്രഷർ കൂടുതലായിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് ഈ വാൾവ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് എയർ സപ്ലൈകളിൽ നിന്ന് കൂടിയ പ്രഷറിനെ തിരഞ്ഞെടുത്ത് അത് ഔട്ട്പുട്ടിലേക്ക് നൽകുന്ന ഒരു വാൾവാണ് ഷട്ടിൽ വാൾവ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മള് എക്സ് പോർട്ടിൽ അല്ലെങ്കിൽ വൈ പോർട്ടിൽ എയർ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ ആരോ മാർക്ക് വൈയിലാണ് കൊടുത്തിട്ടുള്ളത്. വൈ പോർട്ടിൽ എയർ കൊടുത്തു കഴിഞ്ഞാൽ ആ പൊപ്പറ്റ് ഉണ്ടല്ലോ, അതായത് ആ ബോൾ ഷേപ്പിലുള്ളതാണ് പൊപ്പറ്റ്. പൊപ്പറ്റ് ഈ വാൾവ് ബോഡിക്ക് അകത്ത് വെച്ചിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നോൺ റിട്ടേൺ വാൾവിൽ കണ്ടതുപോലെ തന്നെ. അപ്പൊ ഇവിടെ വൈയിൽ എയർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയും
ആ എക്സ് എന്ന പോർട്ടിനെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? എ എന്ന പോർട്ട് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ Y to A ഒരു എയർ ഫ്ലോ ഉണ്ടാവും. ഇനി എക്സിലാണ് എയർ സപ്ലൈ വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? പോപ്പറ്റ് നേരെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും അല്ലേ? എയർ പ്രഷർ പോപ്പറ്റിൽ വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കുക? പോപ്പറ്റ് നേരെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് പോർട്ട് വൈനെ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ എന്താവും? എ ഓപ്പൺ ആവുകയും ചെയ്യും അതേ സമയത്ത്. അപ്പൊ എക്സിൽ നിന്ന് എയർ നേരെ എ വഴി പുറത്തേക്ക് പോകുന്നു. അപ്പൊ എക്സ് ടു എ എയർ ഫ്ലോ ഉണ്ടാവുന്നു. വൈ ആ സമയത്ത് ക്ലോസും ആയിരിക്കും. ഇനി എക്സിലും വൈയിലും ഒരേ സമയത്ത് നമ്മൾ എയർ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പൊപ്പറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? അപ്പോൾ ഏത് എയർ ഫ്ലോയിലാണോ പ്രഷർ കൂടുതൽ, എക്സിലാണോ വൈയിലാണോ പ്രഷർ കൂടുതൽ? അപ്പൊ എക്സിലാണ് പ്രഷർ കൂടുതൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പൊപ്പറ്റ് എവിടേക്കാ മൂവ് ചെയ്യുക? വൈന്റെ സൈഡിലേക്ക് മൂവ് ചെയ്യല്ലേ? പ്രഷർ കൂടുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ. അതായത് എവിടെ എയർ ഫ്ലോ ഏതാണോ അതിന്റെ അതേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അപ്പൊ എക്സിലാണ് എയർ ഫ്ലോ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് സംഭവിക്കുക. നേരെ വൈ എന്ന പോർട്ടിന്റെ അടുത്തേക്ക് പൊപ്പറ്റ് മൂവ് ചെയ്യും. അതേസമയം വൈയിലാണ് പ്രഷർ കൂടുതൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൊപ്പറ്റ് നേരെ എക്സിന്റെ അടുത്തേക്കായിരിക്കും മൂവ് ചെയ്യുക. അപ്പൊ ഏതിലാണോ പ്രഷർ കൂടുതലുള്ളത് ആ ഒരു എയറിനെയാണ് ഇത് നേരെ ഔട്ട്ലെറ്റ് വഴി കടത്തി വിടുന്നത്. ഇനി അതിന്റെ സിമ്പിള് നോക്കാം. നേരത്തെ നോൺ റിട്ടേൺ വാൾവ് കണ്ടതുപോലെ തന്നെ അല്ലേ? അപ്പൊ അത് രണ്ടെണ്ണം ഒരുമിച്ച് വെച്ച രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പൊപ്പറ്റ് ഒരെണ്ണം ഉണ്ടാവുള്ളൂ, അതാണ് വ്യത്യാസം. അപ്പൊ ചിത്രത്തിൽ നോക്കുക, ഇവിടെ എന്താണ്? എക്സും വൈയും ഇൻലെറ്റ് പോർട്ടുകളാണ്, എ ആണ് ഇതിന്റെ ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പോ ഇപ്പൊ ചിത്രം കാണിച്ചിട്ടുള്ളത് എന്താണ്? എക്സില് എക്സ് ടു എ ആണ് ഇപ്പൊ എയർ ഫ്ലോ ഉള്ളതായിട്ടാണ് നമ്മൾ സിമ്പിൾ സൂചിപ്പിക്കുന്നത് അല്ലെ? കാരണം വൈ എന്ന പോർട്ടാണ് പൊപ്പറ്റ് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ടുള്ളത്. അപ്പൊ എക്സ് ടു എ ഒരു എയർ ഫ്ലോ ഉണ്ടാവും. ഇനി എക്സിന്റെ ഭാഗത്താണ് പൊപ്പറ്റ് നിൽക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വൈ ടു എ ആയിരിക്കും എയർ ഫ്ലോ. If air is supplied either from X or Y, poppet shuttles between the ports and you get the output from A. അപ്പോൾ ഈ പൊപ്പറ്റ് രണ്ടിന്റെ ഇടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എയിലൂടെ കിട്ടും. ഒരു ഷട്ടിൽ വാൾവിന്റെ അനിമേഷൻ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് കാണാം അല്ലെ, മേലെ ഒരു പോർട്ട് കാണുന്നത് ഔട്ട്ലെറ്റ് പോർട്ട്, താഴെ രണ്ടെണ്ണം ഇൻലെറ്റ് പോർട്ടുമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് അല്ലെ പൊപ്പറ്റ് ആ ഒരു ഇടയിലൊരു ഷേപ്പില് സിലിണ്ടർ ഷേപ്പില് കാണുന്നതാണ് പൊപ്പറ്റ്. അപ്പൊ അത് ഒരു പോർട്ടിനെ ക്ലോസ് ചെയ്ത് പിടിച്ച് അല്ലെ ലെഫ്റ്റിലുള്ള പോർട്ട് അതിനെയും താഴെയുള്ള പോർട്ടിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ വാൾവ് ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് ഇപ്പൊ ആ പോർട്ടാണ് പ്രഷർ, റെഡ് കാണുന്നതാണ് പ്രഷർ കൂടുതലായിട്ട് അതിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പോ റൈറ്റ് സൈഡിലുള്ള പോർട്ടിലാണ് എയർ പ്രഷർ കൂടിയത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പോർട്ടിനെയാണ് ഔട്ട്ലെറ്റിലേക്ക് കണക്ട് ചെയ്തത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പൊപ്പറ്റ് സ്വിച്ച് ചെയ്യും. ഏതിലാണോ പ്രഷർ കൂടുന്നതനുസരിച്ച് പൊപ്പറ്റ് സ്വിച്ച് ചെയ്യും. ഷട്ടിൽ വാൾവിന്റെ അപ്ലിക്കേഷൻ വരുന്നത് നമുക്ക് രണ്ട് എയർ സപ്ലൈ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഏതിലാണോ എയർ പ്രഷർ കൂടുതൽ വരുന്നത് അതിനെയാണ് നമുക്ക് ആക്ച്വേറ്ററിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ വാൾവ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏത് സപ്ലൈക്കാണ് പ്രഷർ കൂടുതൽ എന്നുള്ളത് സെൻസ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ളൊരു ഇതിനാണ് ഈ ഷട്ടിൽ വാൾവ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടറിനെ രണ്ട് ഡിഫറെന്റ് ലൊക്കേഷനിൽ നിന്ന്, അതായത് രണ്ട് സ്ഥലത്ത് ഇതിന് സ്വിച്ച് വെച്ച് അല്ലെങ്കിൽ ഒരു പുഷ് ബട്ടണോ ലിവറോ വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരികയാണെന്ന് വിചാരിക്കുക. രണ്ട് സ്ഥലത്തുനിന്നും ഒരു സിലിണ്ടറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ചിത്രത്തില് കാണുന്ന ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതില് നമ്മൾ താഴെന്ന് വരികയാണെങ്കിൽ താഴെ കംപ്രസർ എന്നൊരു FRL യൂണിറ്റ്, അവിടെ നിന്ന് ആ ഒരു എയർ സപ്ലൈനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത് രണ്ട് ഡയറക്ഷണൽ കൺട്രോൾ വാൾവിലേക്ക് കൊടുത്തിരിക്കുന്നു അല്ലെ? എന്നിട്ട് അത് രണ്ടിന്റെയും
ഔട്ട്പുട്ടിനെ എന്ത് ചെയ്തിട്ടുള്ളത്, നേരെ ഒരു ഷട്ടിൽ വാൾവിലേക്കാണ്, ഷട്ടിൽ വാൾവിന്റെ 2 ഇൻലെറ്റിലേക്ക് കൊടുത്തു. അതായത് ഡയറക്ഷണൽ കൺട്രോൾ വാൾവിന്റെ ഔട്ട്ലെറ്റിനെ 2 ഡയറക്ഷണൽ കൺട്രോൾ വാൾവിന്റെയും ഔട്ട്ലെറ്റിൽ നിന്ന് സപ്ലൈ എടുത്തിട്ട് എവിടേക്കാണ് കൊടുത്തത്, ഒരു ഷട്ടിൽ വാൾവിന്റെ 2 ഇൻലെറ്റിലേക്കും കൊടുത്തു. എന്നിട്ട് ഷട്ടിൽ വാൾവിന്റെ ഔട്ട്ലെറ്റ് ആണ് നമ്മൾ സിംഗിൾ ആക്ടിങ് സിലിണ്ടറിലേക്ക് സപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ നമ്മുടെ V1 ലെഫ്റ്റ് സൈഡിലുള്ള വാൾവ് V1, റൈറ്റ് സൈഡിലുള്ളത് V2 എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോൾ കംപ്രസർ ഓൺ ചെയ്തു, വാൾവ് എല്ലാം ഓപ്പൺ ചെയ്തു. അപ്പൊ എയർ നമ്മൾ 2 ഡയറക്ഷണൽ കൺട്രോൾ വാൾവിന്റെയും ഇൻപുട്ട് പോർട്ടുകളിലേക്ക് എത്തിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ V1 പ്രസ് ചെയ്തു, അതായത് പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് V1 ഓപ്പൺ ആവുന്നു അല്ലെ. അതേസമയം V2 നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, സ്പ്രിംഗ് റിട്ടേൺ വാൾവാണ്. അപ്പൊ അത് P എന്ന പോർട്ട് ക്ലോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നേരെ എയർ ഏതി പോവും, V1 ഓപ്പൺ ആയതുകൊണ്ട് നേരെ എയർ V1 എന്ന വാൾവിലൂടെ ഫ്ലോ ചെയ്ത് ഷട്ടിൽ വാൾവിലേക്ക് എത്തുന്നു അല്ലെ. അപ്പൊ പൊപ്പറ്റ് എന്ത് ചെയ്യും, നേരെ അതിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് 1 എന്ന അല്ലെ ഇൻലെറ്റ് പോർട്ട്, മറ്റേ ഇൻലെറ്റ് പോർട്ട് ക്ലോസ് ചെയ്യുകയും നേരെ ഔട്ട്ലെറ്റ് വഴി എയർ നമ്മുടെ സിലിണ്ടറിലേക്ക് പോവുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും സിലിണ്ടർ ഫോർവേഡ് മോഷനിലേക്ക് പോകുന്നു അല്ലെ, പിസ്റ്റൺ ഫോർവേഡ് മോഷനിൽ മൂവ് ചെയ്യുന്നു. ഇനി നമ്മൾ ആ V1 ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കാം. പകരം എന്ത് ചെയ്തു, V2 ആണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. V2 പ്രസ് ചെയ്താലും എന്താ സംഭവിക്കുന്നത്, V1 പോർട്ട് ക്ലോസ് ചെയ്തു, പകരം V2 നമ്മൾ ഓപ്പൺ ചെയ്തു. V2 ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എയർ ഏതാണ് ഫ്ലോ ചെയ്യുന്നത്, V2 പോകുന്നു, നേരെ ഷട്ടിൽ വാൾവിൽ വരുന്നു. അവിടെ നിന്ന് പൊപ്പറ്റ് എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു, മറ്റേ പോർട്ടിനെ ക്ലോസ് ആക്കി നേരെ ഈ വന്ന എയറിനെ സിലിണ്ടറിലേക്ക് വിടുന്നു. ഈ കണ്ടീഷനിലും സിലിണ്ടർ ആക്ച്വേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ V1 ഓപ്പറേറ്റ് ചെയ്താലും V2 ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിസ്റ്റണെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇനി 2 വാൾവും ഓപ്പൺ ആണെന്ന് വിചാരിക്കുക. V1 നമ്മൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്തു, V2 നമ്മൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് FRL നിന്ന് വന്ന എയർ 2 വാൾവിലേക്കും പോകുന്നു, 2 വാൾവെന്നും എയർ ഷട്ടിൽ വാൾവിലേക്ക് വരുന്നു. അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏതിലാണോ പ്രഷർ കൂടുതൽ അതിനെ നേരെ ഷട്ടിൽ വാൾവ് ഔട്ട്ലെറ്റിലേക്ക് സപ്ലൈ കൊടുക്കും. അപ്പൊ രണ്ടും പ്രസ് ചെയ്ത് പിടിച്ചാലും നമുക്ക് സിലിണ്ടറിനെ ആക്ച്വേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ 3 കണ്ടീഷൻ, ഒരു വാൾവ് മാത്രം ഓപ്പൺ ചെയ്യുക, അതായത് V1 മാത്രം പുഷ് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് സിലിണ്ടർ ആക്ച്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ V1 ഓഫ് ചെയ്തിട്ട് V2 മാത്രം പ്രസ് ചെയ്താലും സിലിണ്ടറിനെ ആക്ച്വേറ്റ് ചെയ്യാം. അതല്ല 2 വാൾവും പുഷ് ബട്ടൺ പ്രസ് ചെയ്താലും നമുക്ക് സിലിണ്ടറിനെ ആക്ച്വേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ V1ഉം V2ഉം 2 പൊസിഷനിലാണ് വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക, അതായത് 2 ലൊക്കേഷനിൽ. അപ്പൊ നമുക്ക് ആ V1 വെച്ച ലൊക്കേഷനിൽ നിന്ന് V1 വാൾവിൽ നമ്മൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ സിലിണ്ടർ ആക്ച്വേറ്റ് ചെയ്യുന്നു. അതേപോലെ മറ്റേ ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള V2 നമ്മൾ മറ്റേ ലൊക്കേഷനിൽ നിന്ന് ആക്ച്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിസ്റ്റൺ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ഡിഫറെന്റ് ലൊക്കേഷനിൽ നിന്നിട്ടും നമുക്ക് ഒരേ സിലിണ്ടറിനെ ആക്ച്വേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ഉപയോഗിച്ചത് ഇവിടെ ഷട്ടിൽ വാൾവ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അത് സാധ്യമായത്. ഇനി അതായത് V1 നമ്മൾ ആക്ച്വേറ്റ് ചെയ്യുക അല്ലെങ്കിൽ V2 നമ്മൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്തു, ആ കണ്ടീഷനാണ് പറഞ്ഞത്. ഇനി അത് രണ്ടും റിലീസ് ചെയ്യുന്ന സമയത്ത് എയർ ഏതിയാണ്, അതായത് സിലിണ്ടറിലുള്ള എയർ എക്സോസ്റ്റ് പോകണമല്ലോ. അപ്പൊ ഇത് അതിന്റെ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അതായത് ഷട്ടിൽ വാൾവ് എപ്പോഴും ഒരു പോർട്ടിനല്ലേ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഇൻലെറ്റ് പോർട്ടിനെ ക്ലോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഏത് പോർട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത് അതുവഴിയാണ് എക്സോസ്റ്റ് എയർ പോകുന്നത്. അപ്പൊ ഈ കണ്ടീഷനിൽ ഇപ്പൊ നമുക്ക് റൈറ്റ് സൈഡ് ഉള്ള പോർട്ടാണ് ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടുള്ളത് അല്ലെ, ഷട്ടിൽ വാൾവ്. അപ്പൊ V2ലൂടെയാണ് എക്സോസ്റ്റ് ആയിട്ട് എയർ പോകുന്നത്. അപ്പൊ ആ ആരോ മാർക്കുകൾ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് എയർ ഫ്ലോന്റെ ഡയറക്ഷൻസ് മനസ്സിലാവും. ഇനി നോക്കാനുള്ളത് റോളർ വാൾവാണ്.
ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് ഒരു റോളർ വാൾവ്. നമ്മളെ സിമ്പല് പഠിക്കുന്ന സമയത്ത് അതിന്റെ റോളർ വാൾവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതും ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൾവ് തന്നെയാണ്, പക്ഷെ ഇതിന്റെ ആക്ച്വേഷൻ മെക്കാനിസം ഒരു റോളർ ആയിരിക്കും. അതിന്റെ മേലെ ഫിഗറിൽ മേലെ കൊടുത്തിട്ടുള്ള ബ്ലാക്ക് കളറിലെ ഒരു എൻഡിൽ നമുക്ക് റോളർ കാണാം. അപ്പൊ ഇത് യൂസ്ഡ് ഫോർ മെക്കാനിക്കൽ പൊസിഷൻ സെൻസിങ് ഇൻ മെഷീൻ ഓട്ടോമേഷൻ സിസ്റ്റം. അതായത് മെക്കാനിക്കൽ പൊസിഷൻ സെൻസിങ് ഏതെങ്കിലും ഒരു ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മൂവ് ചെയ്യുന്ന ഒരു സാധനം, ഉദാഹരണത്തിന് ഒരു കൺവെയർ ഒക്കെ പോലെ, അങ്ങനെ ഏതെങ്കിലും ഒരു മെക്കാനിക്കലായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സാധനം അതിന്റെ മൂവ്മെന്റ് സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോളർ വാൾവ് യൂസ് ചെയ്യുന്നത്. The linear horizontal movement of a machine part of passing material, for example conveyor line. അതായത് ലീനിയർ ആയിട്ടുള്ളത് ഒരു സ്ട്രൈറ്റ് ലൈനിലായിട്ട് അല്ലെങ്കിൽ ലീനിയർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് മെഷീൻ പാർട്ടിന്റെ ഒരു മൂവ്മെന്റ്, അതിനാണ് കൺവെയർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. കൺവെയർ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ അത് ഇന്നൊരു മൂവ്മെന്റ് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മൂവ് ചെയ്ത ഒരു ഭാഗത്ത് ഒരു ഫിക്സഡ് പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഈ റോളർ അതിൽ മുട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മൂവ് ചെയ്യുന്ന സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ റോളറിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഈ വാൾവ് ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. The wheel rotates in the direction of the moving part, which reduces friction. This minimizes wear and tear of both the pneumatic roller lever and the traveling part. നമ്മൾ എന്തായാലും ഇത് പറഞ്ഞു, മൂവ് ചെയ്യുന്ന സാധനത്തിൽ ഈ റോളർ വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ഈ വാൾവ് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ അത് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ വിയർ ആൻഡ് ടയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ റോളർ ആ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ കറങ്ങുകയും അതുവഴി വിയർ ആൻഡ് ടയർ കുറയ്ക്കാൻ പറ്റുകയും സാധിക്കും. ആ റോളർ വാൾവിന്റെ ഒരു അനിമേഷനാണ്. അപ്പൊ ഇവിടെ നോക്കുക, പിങ്ക് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ റോളർ. അപ്പൊ പി എന്ന പോർട്ടിൽ എയർ സപ്ലൈ ഉണ്ട്. അപ്പൊ മേലെ കണ്ട ഒരു യെല്ലോ കളറിൽ മൂവ് ചെയ്യുന്ന ഒരു സാധനം, ലീനിയർ ആയിട്ട് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു പ്രത്യേക ഷേപ്പിന്റെ ഉള്ളത് കൊണ്ട് ആ ഒരു ഷേപ്പ് റോളറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് മാത്രം വാൾവ് ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ശ്രദ്ധിക്കുക. അപ്പൊ ആ വാൾവ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് പിയിൽ നിന്ന് എ വഴി എയർ ഫ്ലോ ചെയ്യുന്നു അല്ലെ. അതേസമയം അത് പാസ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് സ്പ്രിംഗ് റിട്ടേൺ വാൾവാണ്, അത് ക്ലോസ് ആവുകയും ചെയ്യുന്നു. അപ്പൊ ഇതേപോലുള്ള നമുക്ക് ഏതാണോ ആവശ്യം അങ്ങനെയുള്ള വാൾവ് നമുക്ക് കിട്ടും റോളർ ഉള്ളത്. അപ്പൊ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ടച്ച് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ടച്ച് ചെയ്യുന്ന സമയത്ത് ക്ലോസ് ആവുന്ന രീതിയിലും സെറ്റ് ചെയ്യാം. അപ്പൊ ആ മൂവ് ചെയ്യുന്ന പാർട്സ് ഇപ്പോൾ കൺവെയർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെഷീൻ ആവാം, അങ്ങനെ ഏതും ആവാം. അത് ലീനിയർ മോഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇത് സാധാരണ സിങ്ക് അലുമിനിയം അലോയ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഡൈകാസ്റ്റ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഫോഴ്സ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ എയർ പൈലറ്റ് ചെയ്തിട്ടുള്ള വെർഷൻ ഉണ്ടാവും. അതായത് എയർ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്, ആ സെൻസിങ് മാത്രമായിരിക്കും റോളർ വെച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡബിൾ റോളറുള്ള ഇതുണ്ട്, വാൾവും ഉണ്ട്. അപ്പൊ അതേ സമയം ഇതിലിപ്പോ നമ്മൾ കണ്ടത് സ്പ്രിംഗ് റിട്ടേൺ ആയിരുന്നു അല്ലെ. അപ്പൊ ഡബിൾ റോളർ വരുന്ന സമയത്ത് അതിന്റെ 2 റോളർ ഉണ്ടാവും. അപ്പോൾ ഒരു റോളർ അതിന്റെ ഫസ്റ്റ് ആക്ച്വേഷൻ ചെയ്യുന്നു, അടുത്ത സ്പ്രിങ്ങിന് പകരം വീണ്ടും ഒരു റോളർ ആയിരിക്കും. അപ്പോൾ 1 to 2 പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു റോളറും തിരിച്ച് അതിന്റെ റിട്ടേൺ വരുന്നത് 2 to 1 വരുന്നത് അടുത്ത റോളറും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു മോഷൻ സെൻസ് ചെയ്ത് വാൾവ് ആക്ടിവേറ്റ് ചെയ്തിട്ട് പിന്നീട് വേറൊരു മോഷൻ സെൻസ് ചെയ്തിട്ട് വേണം അതിന്റെ അടുത്ത പൊസിഷനിലേക്ക് വാൾവ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡബിൾ റോളറാണ് യൂസ് ചെയ്യുക. അതുപോലെ ഇതിന്റെ പോർട്ട് സൈസ് വരുന്നത് G1/8 ആണ് പറഞ്ഞിട്ടുള്ളത്. G എന്ന് പറയുമ്പോൾ അതിന്റെ ത്രെഡിന്റെ കോഡ്, 1/8 എന്ന് പറയുമ്പോൾ അതിന്റെ ഇഞ്ച് മേജർ ഡയമീറ്റർ ആണ് 1/8 ആയിട്ട് കൊടുത്തത്. 1/8 ഇഞ്ചാണ് പറയുന്നത്. ഏകദേശം 9 mm ഒക്കെ ആയിരിക്കും വരുന്നത്.
അപ്പോൾ ഇന്ന് പറഞ്ഞത് നോൺ റിട്ടേൺ വാൾവ്, ഷട്ടിൽ വാൾവ്, റോളർ വാൾവ്, ഈ 3 വാൾവുകളാണ് പറഞ്ഞത്. അതുപോലെ ഷട്ടിൽ വാൾവിൻ്റെ ഒരു ആപ്ലിക്കേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സിമ്പിൾസും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.